ഐഡിയേഴ്സ് എല്ലാവർക്കും മലയാളി PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ലക്ഷ്മികാന്തിൻ്റെ പോളിറ്റി ടെക്സ്റ്റിലെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ഫസ്റ്റ് 2 പാർട്ടുകളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ 5 ക്വസ്റ്റ്യൻസ് തന്നെയാണ് നോക്കുന്നത്. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. Statement 1. The President shall make rules for the more convenient transaction of the business of the Government of India and for the allocation among ministers of the said business. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് all executive actions of the Government of India shall be expressed to be taken in the name of the Prime Minister. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റാണ്. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1 ഓൺലി ആണ്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആർട്ടിക്കിൾ 77 ക്ലോസ് 3 ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്നത്. അതിൽ സ്റ്റേറ്റ് ചെയ്യണ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ദ പ്രസിഡൻറ്റ് ഷാൽ മേക്ക് റൂൾസ് ഫോർ ദി മോർ കൺവീനിയൻറ്റ് ട്രാൻസാക്ഷൻ ഓഫ് ദി ബിസിനസ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതായത് പ്രസിഡൻ്റാണ് ബിസിനസ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കൺവീനിയൻറ്റ് ട്രാൻസാക്ഷന് റൂൾസ് മേക്ക് ചെയ്യണത്. അതുപോലെ തന്നെ അലോക്കേഷൻ അമംഗ് മിനിസ്റ്റേഴ്സ് ഓഫ് ദി സെഡ് ബിസിനസ്സും പ്രസിഡൻറ്റിൻ്റെ കീഴിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ ഓപ്ഷൻ നമുക്ക് അറിയാം സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണെന്ന്. 77 ക്ലോസ് 3 ആണ് ഇത് കറക്റ്റാണെന്ന് സ്റ്റേറ്റ് ചെയ്യണം ആ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ 77 ക്ലോസ് 1 ആണ്. അതിൽ നമ്മൾ പറയുന്നത് എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് ആരായിരിക്കും? പ്രസിഡൻ്റാണ്. ആ ഒരു ലിങ്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓൾ എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഷാൽ ബി എക്സ്പ്രസ് ടു ബി ടേക്കൺ ഇൻ ദി നെയിം ഓഫ് ദി പ്രസിഡൻറ്റ്, നോട്ട് പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ഇത്രയാണ് ഇതിലെ സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ 1 ഓൺലി എന്നുള്ള ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Consider the following statements regarding a non-confidence motion in India. There is no mention of a no-confidence motion in the Constitution of India. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അതായത് നോൺ കോൺഫിഡൻസ് മോഷനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്യുന്നില്ല. അത് കറക്റ്റ് ആൻസറാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എ മോഷൻ ഓഫ് നോൺ കോൺഫിഡൻസ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ് ഇൻ ദി ലോക്സഭ ഓൺലി. അതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ലോക്സഭയിലാണ് നോ കോൺഫിഡൻസ് മോഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 2 കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് ഓപ്ഷൻ സി ബോത്ത് 1 and 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കാം. ആർട്ടിക്കിൾ 75 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനാണ് ലോകസഭയുമായിട്ടാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ഉള്ളതെന്ന് പറയണ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 75. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ടു ദി ലോക്സഭ എന്ന് പറയണ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 75 ആണ്. അപ്പോൾ ഇത് അതുകൊണ്ടാണ് നമ്മൾ ലോക്സഭയിലാണ് ഈ നോൺ കോൺഫിഡൻസ് മോഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒപ്പോസിഷനാണ് നോൺ കോൺഫിഡൻസ് മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യണത് ലോക്സഭ സ്പീക്കറാണ് നോ കോൺഫിഡൻസ് മോഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലോക്സഭയിൽ. ഇത് മിനിമം 50 മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് വേണം. 10 ദിവസത്തിനുള്ളിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റ് പറയും. അങ്ങനെ ഡിസ്കഷന് ശേഷമാണ് വോട്ടിംഗ് നടക്കുന്നത്. വോട്ടിങ്ങിന് ശേഷം മെജോറിറ്റി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനുള്ള മെജോറിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നോൺ കോൺഫിഡൻസ് മോഷൻ പാസ്സാകും. അങ്ങനെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അപ്പോൾ റിസൈൻ ചെയ്യണം. അപ്പോൾ ഭൂരിപക്ഷം നഷ്ടപ്പെടുമ്പോഴാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് റിസൈൻ ചെയ്യേണ്ടി വരുന്നത്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എന്താ നോൺ കോൺഫിഡൻസ് മോഷൻ എന്ന് മനസ്സിലായല്ലോ. ഒപ്പോസിഷൻ റൂളിംഗ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അവരുടെ ട്രസ്റ്റ് വർത്ത്ഫുൾ ആണോ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് നോൺ കോൺഫിഡൻസ് മോഷൻ എന്ന് പറയുന്നത്. അത് ലോക്സഭ മെമ്പേഴ്സാണ് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്യണത്. വോട്ടിലൂടെ ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് റിസൈൻ ചെയ്യണം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ മനസ്സിലായി. ഓപ്ഷൻ സി ബോത്ത് 1 and 2 ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് regarding the directive principles of state policy.
Statement 1. The principles spell out the socio-economic democracy in the country. Statement 2. The provisions contained in these principles are not enforceable by any court. Which of the statement is given above is or are correct എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അതുപോലെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് പ്രിൻസിപ്പിൾസ് ആർ നോട്ട് എൻഫോഴ്സിബിൾ ബൈ എനി കോർട്ട് എന്ന് പറയുന്നതും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ബോത്ത് 1 and 2 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് എന്താ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിനെ കുറിച്ച് നോക്കാം. പാർട്ട് 4 അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 4 ആർട്ടിക്കിൾ 36 to 51 ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിനെ പറയണത്. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് ബോറോ ചെയ്തേക്കുന്നത്. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ളത് നമ്മൾ ബോറോ ചെയ്തേക്കുന്നത്. BR അംബേദ്കർ ഇതിനെ നോവൽ ഫീച്ചേഴ്സ് എന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആരാണ്? BR അംബേദ്കർ ഇതിനെ നോവൽ ഫീച്ചേഴ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ നോവൽ ഫീച്ചേഴ്സ് എന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഏതുമായിട്ട് സാമ്യമുണ്ട്? ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. പിന്നെ പറയുന്നത് വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിൻ്റെ ബേസിലാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഉള്ളത്. അതുകൊണ്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണെന്ന് പറയാം. വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സോഷ്യോ ഇക്കണോമിക് ഡെമോക്രസീനെ കുറിച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആവുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 37 പറയുന്നത് നോൺ ജസ്റ്റീഷ്യബിൾ ആണ്, അതായത് നോട്ട് എൻഫോഴ്സിബിൾ ബൈ എനി കോർട്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നത് നോട്ട് എൻഫോഴ്സിബിൾ ബൈ എനി കോർട്ട്, അതായത് നോൺ ജസ്റ്റീഷ്യബിൾ ആണെന്നാണ്, ന്യായവാദത്തിന് അർഹമല്ല എന്നാണ് പറയുന്നത്. അത് ആർട്ടിക്കിൾ 37 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇത് പറയുന്നത്. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റാണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഓപ്ഷൻ സി ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. അപ്പോൾ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ 4 നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ദ രാജ്യസഭ ഹാസ് നോ പവർ ഈദർ ടു റിജക്റ്റ് ഓർ ടു അമെൻഡ് എ മണി ബിൽ. സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നത് രാജ്യസഭ കനോട്ട് വോട്ട് ഓൺ ദി ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസ്. സ്റ്റേറ്റ്മെൻറ്റ് 3 പറയുന്നത് രാജ്യസഭ കനോട്ട് ഡിസ്കസ് ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ എബോവ് ഈസ് ഓർ ആർ കറക്റ്റ്? ഓപ്ഷൻ എ 1 ഓൺലി, ഓപ്ഷൻ ബി 1 and 2 ഓൺലി, ഓപ്ഷൻ സി 2 and 3 ഓൺലി, ഓപ്ഷൻ ഡി 1, 2 and 3. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് രാജ്യസഭ ഹാസ് നോ പവർ ഈദർ ടു റിജക്റ്റ് ഓർ ടു അമെൻഡ് എ മണി ബിൽ എന്നുള്ളത് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ദ രാജ്യസഭ കനോട്ട് വോട്ട് ഓൺ ദി ഡിമാൻഡ് ഫോർ ഗ്രാൻസ് എന്നുള്ളത് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. രാജ്യസഭ കനോട്ട് ഡിസ്കസ് ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഓപ്ഷൻ ബി എന്നുള്ള 1 and 2 ഓൺലി എന്നുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? 1ഉം 2ഉം മാത്രമാണ്. ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 3 നമ്മുടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് രാജ്യസഭയുടെയും ലോക്സഭയുടെയും പവേഴ്സിനെ കുറിച്ചിട്ട് നോക്കാം. മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അമെൻഡ് ചെയ്യുന്നത്, റിജക്റ്റ് ചെയ്യണതെല്ലാം ലോകസഭയിലാണ്. ലോകസഭ അയച്ചിട്ടുള്ള മണി ബില്ല് 14 ദിവസത്തിനുള്ളിൽ ആവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻ ചേർത്തോ അല്ലാതെയോ തിരിച്ചയക്കാം. ആ റെക്കമെൻഡേഷൻസ് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ലോകസഭ തന്നെയാണ്. വേണമെങ്കിൽ എയ്തർ ആക്സെപ്റ്റ് ഓർ റിജക്റ്റ്, അങ്ങനെയാണ് ലോകസഭ ഈ റെക്കമെൻഡേഷനെ കാണുന്നുള്ളൂ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ കറക്റ്റാണെന്ന് മനസ്സിലായി. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ലോകസഭ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള, അതായത് വോട്ട് ഓൺ ഡിമാൻഡ്സ് ഫോർ ഗ്രാൻറ്റ്സ് ഫോർ വേരിയസ് മിനിസ്ട്രീസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളതും അതൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ളതും ലോകസഭയ്ക്കാണ് റൈറ്റ് ഉള്ളത്. രാജ്യസഭയ്ക്ക് കനോട്ട് വോട്ട് ഓൺ ദി ഡിമാൻഡ്സ് ഫോർ ഗ്രാൻറ്റ്സ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ ഡിമാൻഡ്സ് ഫോർ ഗ്രാൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള എക്സ്പെൻഡിച്ചർ എസ്റ്റിമേറ്റുകളാണ് എന്തെന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ്സ് എന്ന് പറയുന്നത്. അതിനുള്ള പവർ ലോകസഭയ്ക്കാണുള്ളത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. രാജ്യസഭയ്ക്ക് കനോട്ട് വോട്ട് ഓൺ ദി ഡിമാൻഡ്സ് ഫോർ ഗ്രാൻറ്റ്സ് ആണ്. ഇനി രാജ്യസഭ കനോട്ട് ഡിസ്കസ് ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. രാജ്യസഭ മേ ഓർ മേ നോട്ട് ഡിസ്കസ് ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ഓൺലി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് നമ്മൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്.
The executive power of the Union of India is vested in the Prime Minister. Statement 2. The Prime Minister is the ex officio chairman of the Civil Services Board. Which of the statements given above is or are correct എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ 1 ഓൺലി, ഓപ്ഷൻ ബി 2 ഓൺലി, ഓപ്ഷൻ സി ബോത്ത് 1 and 2, ഓപ്ഷൻ ഡി നെയ്തർ 1 nor 2. അപ്പോൾ ഈ ഒരു ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി യൂണിയൻ ഓഫ് ഇന്ത്യ ഈസ് വെസ്റ്റഡ് ഇൻ ദി പ്രസിഡൻ്റ് ആണ്. ഇത് സ്റ്റേറ്റ് ചെയ്യണ ആർട്ടിക്കിൾ 53 ക്ലോസ് 1 ആണ്. ആർട്ടിക്കിൾ 53 ക്ലോസ് 1ലാണ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആണ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി യൂണിയൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ആർട്ടിക്കിൾ 77 പറയുന്നത് ഓൾ എക്സിക്യൂട്ടീവ് ഡിസിഷൻ പവേഴ്സ് ഉള്ളത് ഇൻ ദി ഹാൻഡ് ഓഫ് ദി പ്രസിഡൻ്റ് ആണ്. ഓൾ എക്സിക്യൂട്ടീവ് ഡിസിഷൻ പവേഴ്സ് ഉള്ളത് പ്രസിഡൻറ്റിൻ്റെ ഹാൻഡിലാണെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 77 ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദി എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദി സിവിൽ സർവീസസ് ബോർഡ്. എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദി സിവിൽ സർവീസസ് ബോർഡ് ക്യാബിനറ്റ് സെക്രട്ടറി ആണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. അപ്പോൾ ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ IAS ക്യാബിനറ്റ് സെക്രട്ടറിയേറ്റ് ഇതിൻ്റെ എല്ലാം എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് ക്യാബിനറ്റ് സെക്രട്ടറി. അതുപോലെ തന്നെ സിവിൽ സർവീസസിൻ്റെ ഹെഡ് ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് സിവിൽ സർവീസ് ബോർഡ്, IAS, അതുപോലെ ക്യാബിനറ്റ് സെക്രട്ടറിയേറ്റ് ഇതിൻ്റെയൊക്കെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ക്യാബിനറ്റ് സെക്രട്ടറിയാണ്, നോട്ട് ദ പ്രൈം മിനിസ്റ്റർ. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി നെയ്തർ 1 nor 2 എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.